ഹലോ. ഹലോ, ആരാണ്? നമസ്കാരം. രഞ്ജിത്ത്. ഓക്കെ. ഞാൻ ഈ ഓട്ടോമോണ്ടിൽ പരസ്യം എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഫോട്ടോക്ക് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനെന്റെ കൃഷ്ണൻ്റെ ഫോട്ടോക്ക് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചതാ. ഓക്കെ. ഫോട്ടോയുടെ ഡീറ്റെയിലിനാണോ? വേണം. ഫോട്ടോയുടെ ഡീറ്റെയിൽ ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് സൈസ് 15 ഇഞ്ച് വീതിയും 22 ഇഞ്ച് നീളവുമാണ് വരുന്നത്. 15 ഇഞ്ച് വീതിയും 22 ഇഞ്ച് നീളവുമാണ് ഫോട്ടോക്ക് വരുന്നത്. ഫോട്ടോ നിങ്ങളിപ്പോൾ എന്തിൻ്റെ ഫോട്ടോ ആണ് പറഞ്ഞത്? ഇല്ല, ഞാനിപ്പോ ഇൻസ്റ്റാഗ്രാം വഴിയല്ലേ കണ്ടത്. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ആ ഫോട്ടോന്റെ ഡീറ്റെയിൽ തന്നെയാണ് പറയുന്നത്. ഓ, വിവാഹത്തിന്റെ. ശരി. ഗുരുവായൂരപ്പന്റെ ഫോട്ടോ. അതിന് പ്രൈസ് വരുന്നത് 5000 രൂപയാണ്. ഫോട്ടോക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിൽ നമ്പർ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഫോട്ടോ ആവശ്യമുള്ള ആളാണോ? തീർച്ചയായിട്ടും. ഓക്കെ, എന്നാൽ ഇതാണ് ഗൂഗിൾ പേ നമ്പർ. നിങ്ങൾ പേയ്മെന്റ് ചെയ്തോളൂ. നാളെ ഇവിടുന്ന് ഫോട്ടോ കൊറിയർ അയക്കാം. ഡെമോ അയക്കാൻ പറ്റില്ലേ? നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടില്ലേ, പിന്നെ ഡെമോ പിന്നെ എന്തിനാണ്? ഇൻസ്റ്റാഗ്രാമിൽ ഫുള്ളായില്ലല്ലോ. എന്ത് ഫുള്ളായിട്ടില്ലല്ലോന്ന്? എക്സ്ക്യൂസ് മീ, എന്ത് ഫുള്ളായിട്ടില്ലല്ലോന്ന്? ഫോട്ടോ അത് ഞാൻ ഏത് നോക്കുന്ന ഒരു പിടിയിലൂടെ മനസ്സിലായില്ല. ഞാന് ഇപ്പൊ ഇത് ഹലോ. പറയൂ. ഞാൻ എന്താ പറയണ്ടത്? താങ്കൾ പറയൂ. വേറൊന്നുമല്ല, ഞാന് ഇൻസ്റ്റാഗ്രാം നോക്കി, പക്ഷെ 2-3 നോക്കി. അപ്പൊ ഏത് ഒന്നും ഒരു പിടിയില്ല. ഞാൻ വെണ്ണക്കണ്ണനെ മാത്രമേ വരയ്ക്കാറുള്ളൂ. ഓറയുടെയും പീഠത്തിന്റെയും കളർ ചേഞ്ച് ചെയ്യുന്നു എന്നല്ലാതെ കണ്ണനെല്ലാം ഒന്ന് തന്നെയാണ്. എന്നെ വരച്ചു തരൂ. നിന്നെ വരച്ചു തരൂ എന്ന് പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാം പോസ്റ്റില്ല. നിനക്കിപ്പോ എന്നാ വേണ്ടേ? ഇത് വാട്സപ്പ് നമ്പറാണ്. അപ്പൊ ഞാൻ വാട്സാപ്പിൽ എന്റെ ഒരു ഫോട്ടോ അയച്ചു ഒന്ന് വരച്ചു തരൂ. നിന്നോട് ഞാൻ ചോദിച്ചത് നിന്റെ ഫോട്ടോ വരച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ചെയ്തില്ല. മനുഷ്യരൂപം വരയ്ക്കൂന്ന് പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. കൃഷ്ണനെ വേണമെങ്കിൽ മാത്രം എന്നെ കോണ്ടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അതിൽ കൊടുത്തിരിക്കുന്നത്? ഞാൻ ഇമോഷണൽ ആവാതിരിക്കോ എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. ഒന്നും സോറി ഒന്നും പറയണ്ട. ഇതൊക്കെ റെക്കോർഡാണ്. ഇത് നാളെ ഞാൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഞാനും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമ്പർ കൊടുക്കുന്നത് എൻ്റെ വരുമാന മാർഗം ഇതായതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് വിളിച്ചിട്ട് എൻ്റെ ഫോട്ടോ വരച്ചു തരുമോ, എൻ്റെ അമ്മായിൻ്റെ ഫോട്ടോ വരച്ചു തരുമോ, എൻ്റെ മൂത്താപ്പൻ്റെ ഫോട്ടോ വരച്ചു തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ തെറ്റായിട്ട് പറഞ്ഞാലും ശരിയായിട്ട് പറഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഫോട്ടോക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി എന്നുള്ളത്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ വരച്ചു തരുമോ? നിങ്ങളുടെ ഫോട്ടോ എനിക്ക് എന്തിനാ വാട്സപ്പിൽ നിങ്ങൾ അയച്ചു തരുന്നത്? അതല്ല ഞാൻ ചോദിച്ചത്. ഇപ്പൊ താൻ നല്ലൊരു കഴിവുള്ള ഒരാളാണെന്ന് അറിയാം. അപ്പൊ വരച്ചിരുന്നല്ലേ ചോദിച്ചോളൂ, വേറെ ചോദിച്ചില്ലല്ലോ. ഞാൻ അങ്ങനെ വരച്ചു കൊടുക്കുന്ന എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ചോദിക്കുന്നതിൽ ഒരു അർത്ഥമുണ്ട്. ഇല്ല, ഇപ്പൊ പറഞ്ഞു. ഞാൻ വേറെ മോശമായിട്ട് വേറെ ഒന്നും പറഞ്ഞില്ല. അത്രേ ഉള്ളൂ. ഒരാളുടെ ജോലിയെ ഇൻസൾട്ട് ചെയ്യുമ്പോ നിനക്ക് മോശമായിട്ട് നമ്മളൊരു ജോലി ചെയ്തു കഴിഞ്ഞാൽ എവിടെയായിരുന്നാലും അതൊരു ബെനിഫിറ്റ് ഉണ്ട്. ഏത് ജോലിയായാലും അങ്ങനെ അതിനുണ്ടായിരുന്നെങ്കിൽ നിന്നെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ വിളിച്ചിട്ട് മനുഷ്യനെ മക്കാറാക്കുന്ന രീതിയിൽ സംസാരിക്കില്ലായിരുന്നു. ഒരിക്കലും ഇല്ല. തന്റെ ജോലി ആത്മാർത്ഥമായിട്ട് 100% ഇതാണ്. ഞാൻ ഒരിക്കലും മോശമായിട്ട് പറഞ്ഞില്ലല്ലോ.
പിന്നെ നിനക്ക് എന്ത് കൃഷ്ണനെ ചോദിച്ച് പിന്നെ നിന്നെ വരച്ചു തരാൻ പറയേണ്ട എന്താ ആവശ്യം നിനക്കുള്ളത്? ഞാൻ ചുമ്മാ ജോബായിട്ട് ചോദിച്ചതേ ഉള്ളൂ. നിനക്ക് ആർട്ടിസ്റ്റുകൾ ഇഷ്ടം പോലെ വേറെ പുറത്തില്ലേ? നിങ്ങൾക്ക് അവിടെ കൊടുത്ത് വരപ്പിച്ചൂടെ? എന്നെ കൊണ്ട് തന്നെ വരപ്പിക്കണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടോ? നമ്മളതിനെ കണ്ടിട്ടില്ലല്ലോ, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. എന്തുവെന്നാണ് പറയണത്? നിങ്ങൾ ആദ്യം എന്റെ ഇൻസ്റ്റ ഒന്ന് എടുത്ത് നോക്ക്. ഐഡിയ എത്രയാണ്? എനിക്കറിയില്ല, എനിക്ക് ഇൻസ്റ്റ അറിയില്ല. ഇൻസ്റ്റ അറിയില്ലെങ്കിൽ നിങ്ങൾ അറിയും, ഇപ്പൊ അങ്ങ് അറിഞ്ഞോളൂ കേട്ടോ. എന്നാ ശരിയേ.